കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് വീണ്ടും പഴയപടിയായിരിക്കുകയാണ്. യാതൊരു മാറ്റവുമില്ല. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയിനെതിരെ കാഴ്ചവെച്ച ഒരു തകർപ്പൻ പ്രകടനമൊക്കെ ഒരു ഫ്ലൂക്കായിരുന്നു എന്ന് ഇപ്പോൾ വിശ്വസിക്കേണ്ടി വരും. അത്രയ്ക്കും മോശമായുള്ള പെർഫോമൻസ് ആണ് FC ഗോവയ്ക്കെതിരെ ഹോം ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരിച്ചു വരാനുള്ള ഒരു സുവർണ അവസരമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്. ആ ഒരു വിന്നിംഗ് മൊമെന്റം കീപ്പ് ചെയ്ത് പോകാനുള്ള ഒരു അവസരമാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോച്ചിന്റെ ടാക്ടിക്കൽ ബ്ലണ്ടേഴ്സ് തന്നെയാണ്. അതിനുപരിയായിട്ട് കോച്ച് ഒരു സ്റ്റാർട്ടിംഗ് 11 തെരഞ്ഞെടുത്തതിലും പ്രശ്നമുണ്ടായി. കാരണം കഴിഞ്ഞ മത്സരത്തിൽ മികച്ച രീതിയിൽ കളിച്ച, ഈ ഒരു സീസണിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ച ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ഉണ്ടായിട്ട് ആ വിന്നിംഗ് കോമ്പിനേഷനെ മാറ്റങ്ങൾ വരുത്തി എന്തിനാണ് കോച്ച് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്തായാലും KP രാഹുലിനെ റൈറ്റ് വിങ്ങിൽ കൊണ്ടുവന്ന് സ്റ്റാർട്ടിംഗ് വിങ്ങിൽ കളിപ്പിച്ചതും പിന്നെ പ്രീതം കൊട്ടാലിനെ സെൻട്രൽ ഡിഫൻഡറായിട്ട് കൊണ്ടുവന്നതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അതൊക്കെ തുടക്കത്തിൽ തന്നെ കളിയുടെ ആ ഒരു ടോട്ടൽ റിസൾട്ടിനെ ബാധിച്ചു. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ കളി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കാര്യമായുള്ള ഒരു എനർജി ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു വിജയത്തിന്റെ ആലസ്യം ബ്ലാസ്റ്റേഴ്സിനെ തേടി വന്നതായി തോന്നി. പ്രത്യേകിച്ച് ഇപ്പൊ നോഹയൊക്കെ കുറെ അറ്റാക്കുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും കാര്യമായിട്ടൊരു പ്രിസിഷൻ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നോഹ കുറച്ചും കൂടി ഒരു സെൽഫിഷ് ആയിട്ട് തോന്നി. കാരണം വേണ്ടത്ര രീതിയിൽ അദ്ദേഹം ബോളുകൾ ക്രോസ് ചെയ്യുന്നില്ല കറക്റ്റ് ടൈമിൽ. പലപ്പോഴും ഷോട്ട് എടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജീസസ് സ്റ്റീവൻസ് ആണെങ്കിൽ വെറുതെ അവിടെ ഇരിക്കുന്നു. പിന്നെ റൈറ്റ് വിങ് വീണ്ടും ചത്തു. കഴിഞ്ഞ മത്സരത്തിൽ റൈറ്റ് വിങ് വളരെ സജീവമായിരുന്നു. കോറൂസ് സിംഗിനെ ഇത്തവണ സ്റ്റാർട്ടിങ്ങിൽ ഇറക്കാതെ KP രാഹുലിനെ കൊണ്ടുവന്നു. രാഹുൽ സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങി പഴയ അവസ്ഥ തന്നെ. റൈറ്റ് വിങ് ശരിക്കും ചത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു. റൈറ്റ് വിങ് കൂടെ കാര്യമായിട്ട് ഒരു അറ്റാക്ക് ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ലെഫ്റ്റ് വിങ് കേന്ദ്രീകരിച്ച് നോഹയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. എന്നാൽ അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ പ്രോപ്പർ ബിൽഡപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റായിട്ടുള്ള നല്ല നീക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ബ്ലാസ്റ്റേഴ്സ് കുറച്ചൊക്കെ ഉണർന്ന് കളിച്ചത്. പക്ഷെ അതൊക്കെ വൈകിപ്പോയിരുന്നു. പിന്നെ അവസാനത്തെ 10 മിനിറ്റ് നന്നായിട്ട് കളിച്ചു. മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി അത് മാക്സിമം ട്രൈ ചെയ്തു അവർ. പക്ഷെ റിസൾട്ടിൽ എത്തില്ല എന്നുള്ളതാണ്. പിന്നെ സന്ദീപ് സിംഗിന്റെ ആ ഒരു സുവർണ അവസരം തൊലച്ചത് അത് നമുക്ക് ഒരിക്കലും അതിനൊന്നും നീതീകരിക്കാൻ പറ്റില്ല. ലൂണയുടെ ഒരു മനോഹരമായുള്ള ഒരു ഹെഡർ പാസ് ആയിരുന്നു. ഗോളി മാത്രം മുന്നിൽ നിൽക്കുക, അടുത്ത് എതിരാളികളുടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും സന്ദീപ് സിംഗിന് അത് നന്നായിട്ട് ഒരു ഷോട്ട് ഉതിർക്കാൻ പോലും സാധിച്ചില്ല. പുറത്തേക്ക് അടിച്ച് കളയുകയാണ് ചെയ്തത്. കണ്ടാൽ തന്നെ അറിയാം സന്ദീപ് സിംഗിന് ഇത് അടിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. അപ്പുറത്ത് നോഹയെ എത്തിയിരുന്നു. അപ്പോൾ നോഹയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അപകടം വിതയ്ക്കാനും ചിലപ്പോൾ അത് ഗോളാകാനും സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ലൂണയുടെ ഭാഗത്ത് നിന്ന് അവസാനം നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു. ലൂണയുടെ ഒരു ക്രോസ് പെപ്രയ്ക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ കോറോസിങ്ങിന് നല്ലൊരു ചാൻസ് ലൂണ നൽകി. പക്ഷെ കോറോസിങ്ങിന് അത് ഗോളാക്കാൻ സാധിച്ചില്ല. നല്ലൊരു ഡിഫെൻഡിങ് ആയിരുന്നു ഗോവയുടെ ഭാഗത്തു നിന്ന്. ഗോവ ശരിക്കും ഒരു ടീം വർക്ക് കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിനെ മറികടന്നത്. കാരണം അവരവരുടെ പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചു. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ വൻ അബദ്ധമായിരുന്നു. പ്രത്യേകിച്ച് കൗണ്ടർ അറ്റാക്കുകളെ ഒന്നും നേരിടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നില്ല. ഡിഫൻസ് ശരിക്കും പാളി എന്ന് പറയാം. മിലോസ് ആണെങ്കിലും പ്രീതമാണെങ്കിലും. പിന്നെ ഹോർമിപ്പാവിനെ റൈറ്റ് ബാക്കായിട്ട് പരീക്ഷിച്ച സ്റ്റാറയുടെ ആ ഒരു നടപടിയും വൻ പരാജയമായി മാറി. കാരണം ഹോർമിപ്പാം ബേസിക്കലി ഒരു സെൻട്രൽ ബാക്കാണ്. അദ്ദേഹത്തെ റൈറ്റ് ബാക്ക് എന്നുള്ള രീതിയിൽ കാര്യമായിട്ട് ഒരു അറ്റാക്കിങ്ങിനും സഹായിക്കാൻ പറ്റുന്നില്ല, എന്നാൽ ഡിഫൻസിലും അദ്ദേഹത്തിന് നന്നായിട്ട് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഹോർമിപ്പാം തുടർച്ചയായിട്ട് ഇങ്ങനെ കുറേ ബോളും കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ രാഹുലിന് കൃത്യമായിട്ട് അത് കിട്ടുന്നില്ല. റൈറ്റ് വിങ്ങിൽ കാര്യമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ബോക്സിൽ എത്തിക്കഴിഞ്ഞാൽ ഹോർമിപ്പാമിന് ഒരു കൺഫ്യൂഷൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ വളരെ മോശമാണ്. കാരണം വളരെ ഒരു പ്രൊഫഷണലായ ഒരു ക്ലബിന് പറ്റുന്ന ഒരു പെർഫോമൻസ് അല്ല. പിന്നെയാണെങ്കിൽ ടോട്ടലി മത്സരത്തിലേക്ക് നോക്കുകയാണ് സച്ചിൻ സുരേഷിന്റെ പിഴവ്. ഇപ്പൊ സച്ചിൻ സുരേഷ് വന്നപ്പോൾ നമുക്കൊരു ചെറിയൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സോമിനെ മാറ്റി സച്ചിൻ വരുന്നു, കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ സച്ചിൻ ഒരു ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ ഇപ്പോഴും ഒരു മെച്യൂർഡ് ഗോൾ കീപ്പർ ആണോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു. കാരണം സച്ചിന്റെ കൈകളിൽ ഇപ്പോഴും പന്ത് കറക്റ്റായിട്ട് സച്ചിന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, തട്ടി അകറ്റണമോ അല്ലെങ്കിൽ ഇത് കൈപ്പിടിയിൽ ഒതുക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നിന്നാണ് ഗോൾ വന്നത്. ബോറിസ് സിംഗ് പോലും വിചാരിച്ചില്ല അത് ഗോളാകും എന്നുള്ളത്. ബോറിസ് സിംഗ് ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തുന്നു. സ്വാഭാവികമായിട്ടും ബോറിസ് സിംഗ് അത് എന്ത് ചെയ്യണം എന്നിങ്ങനെ ഒരു കൺഫ്യൂഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ പാസ് ചെയ്യാന്നുള്ള സിറ്റുവേഷൻ നോക്കുമ്പോൾ കാര്യമായിട്ട് ആരെയും കണ്ടില്ല. പിന്നെ ബോറിസ് സിംഗ് ഒരു ഹാഫ് ഹേർട്ടഡ് ആയിട്ട് അടിച്ച ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അത് സച്ചിൻ്റെ കൈകളിൽ തട്ടി ഗോളാകുകയാണ് ഉണ്ടായത്. സച്ചിൻ ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ തുടർച്ചയായിട്ടല്ല, കഴിഞ്ഞ മത്സരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട് തുടക്കത്തിലൊക്കെ ഈ സീസണിന്റെ. അപ്പോൾ ഈ ഗോൾ കീപ്പേഴ്സും ഇത്തരം ഇൻഡിവിജ്വൽ എറേഴ്സ് ഒക്കെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഡിഫൻസ്, ഗോൾ കീപ്പർ, പിന്നെ മിഡ്ഫീൽഡിൽ, വിങ്ങിൽ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ മറികടക്കും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഒരു ടോട്ടലി മത്സരത്തിൽ വളരെ ഒരു നിരാശാജനകമായുള്ള ഒരു പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. പിന്നെ
അവസാന നിമിഷം കുറച്ച് ശ്രമിച്ചു നോക്കിയെങ്കിലും അതൊക്കെ വൈകിപ്പോയിരുന്നു. പിന്നെ കിട്ടിയ അവസരങ്ങൾ ആണെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ സെക്കൻഡ് ഹാഫിലൊക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കളിയിൽ കുറച്ചെങ്കിൽ മാറ്റം വന്നത് അവസാനം പെപ്രയും കോറൂസിങ്ങും ഒക്കെ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇവരൊക്കെ കുറച്ചും കൂടെ നേരത്തെ ഇവരെ പരീക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കോറൂസിങ്ങിനൊക്കെ സ്റ്റാർട്ടിംഗ് 11 ഇറക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് ഉണ്ടാവുമായിരുന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വലിയൊരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനി വരുന്നത് 2 എവേ മത്സരങ്ങളാണ്. ഒന്ന് ബംഗളൂരു FCക്കെതിരെയാണ്, അത് കഴിഞ്ഞാൽ മോഹൻ ബഗാനെതിരെ. ടോപ്പ് 2 ടീംസിനെതിരെയാണ് ഇനിയുള്ള മത്സരങ്ങൾ വരുന്നത്. ഈ ഒരു ടീമിനെയും വെച്ച്, ഈ ഒരു ഡിഫൻസിനെയും വെച്ച് എത്രത്തോളം ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകും, എന്ത് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയില്ല. അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും. എന്തായാലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം.